നമസ്കാരം. അഹമ്മദാബാദിൽ ഉണ്ടായിട്ടുള്ള വിമാന ദുരന്തം, ആ ഒരു ദുരന്ത മുഖത്ത് നിന്ന് പുറത്തുവരുന്ന ഓരോ മരണവാർത്തയും ഓരോ കുടുംബത്തിനെ വലിയ വിങ്ങലിലേക്ക് എത്തിക്കുന്ന സാഹചര്യമാണ്. പല റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലരെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതിനിടയിലാണ് ഒരു കുടുംബത്തിലെ ആളുകൾ ഒന്നടങ്കം മരണപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ലണ്ടനിൽ പുതിയ ജീവിതം ആരംഭിക്കാൻ വേണ്ടി പോയ രാജസ്ഥാനിലെ ബൻസ്വരയിൽ നിന്നുള്ള ഒരു കുടുംബമാണ് അവയിൽ ഇത്തരത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് എന്നാണ് വിവരം. IT പ്രൊഫഷണലായിട്ടുള്ള പ്രതീക് ജോഷിയാണ് ആ കുടുംബത്തിന്റെ നാഥൻ. കഴിഞ്ഞ 6 വർഷമായി ഇദ്ദേഹം ലണ്ടനിൽ താമസിക്കുകയായിരുന്നു. ഡോക്ടറായ ഭാര്യയ്ക്കും 3 കൊച്ചു കുട്ടികൾക്കുമൊപ്പം വിദേശത്തേക്ക് ചേക്കേറാനിരിക്കുകയാണ് ഇങ്ങനൊരു ദുരന്തം അവരെ കാർന്നു ആ ഒരു കുടുംബത്തെ ഒന്നടങ്കം നശിപ്പിച്ചത് എന്നുള്ളതാണ്. പ്രതീകിനൊപ്പം വിമാനയാത്രയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടറായിട്ടുള്ള കോമി വ്യാസും മക്കളും ഉണ്ടായിരുന്നു എന്നാണ് വിവരം. ഇവരെല്ലാം തന്നെ മരണപ്പെട്ടിരിക്കുകയാണ്. ലണ്ടനിൽ സ്ഥിരതാമസത്തിനായി തയ്യാറെടുക്കുന്നതിനായി 2 ദിവസം മുമ്പാണ് ഡോക്ടർ രാജി സമർപ്പിച്ചിരുന്നത്. 5 വയസ്സുള്ള ഇരട്ട പെൺമക്കൾ ഉൾപ്പെടെ അവരുടെ 3 കുട്ടികളും യാത്രയിൽ ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇരുവരും ഉയർന്ന വിദ്യാഭ്യാസം നേടിയവരും തങ്ങളുടെ തൊഴിലുകളിൽ ആഴത്തിൽ പ്രതിജ്ഞാബദ്ധരും കുട്ടികൾക്ക് വേണ്ടി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്നവരുമായിരുന്നു എന്നാണ് മരണവാർത്തയുമായി ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കളൊക്കെ പ്രതികരിക്കുമ്പോൾ അറിയാൻ സാധിച്ചത്. മുഴുവൻ പട്ടണവും ദുഃഖത്തിലാകുന്ന ഒരു സാഹചര്യമാണ് ഇത് കൊണ്ടെത്തിച്ചത്. ഒരു അടുത്ത കുടുംബ സുഹൃത്താണ് അവരുടെ ഈ ഒരു കുടുംബത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പ്രതികരിച്ചത്. തങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ലത് ആഗ്രഹിക്കുന്ന ഒരു ദമ്പതികൾ തന്നെയായിരുന്നു ഇവരെന്ന് ആ സുഹൃത്തുക്കൾ പറയുന്നു. വിമാന അപകടത്തിൽ മരിച്ചവരുടെ പട്ടിക പുറത്തു വന്നപ്പോൾ 10 പേർ രാജസ്ഥാനിൽ നിന്നുള്ളവരാണ് എന്നാണ് വിവരം. ജോഷി കുടുംബത്തിന് പുറമെ പ്രശസ്ത മാർബിൾ വ്യവസായി പിങ്കു മോദിയുടെ മക്കളായ ശുഭ് മോദി, ഷാഹുൻ മോദി എന്നിവരുൾപ്പെടെ ഉദയ്പൂരിലെ 4 നിവാസികളും അപകടത്തിൽ മരണപ്പെട്ടു എന്നാണ് വിവരം. മരിച്ചവരിൽ ഉദയ്പൂർ ജില്ലയിലെ റുണ്ടേഡ ഗ്രാമത്തിൽ നിന്നുള്ള വർദി ചന്ദ് മെനാരിയ, പ്രകാശ് മെനാരിയ, 27കാരിയായിട്ടുള്ള ഖുഷ്ബു ജബ്തൂരി രോഹിത് എന്നിവരും ഉൾപ്പെടുന്നുണ്ട് എന്നാണ് വിവരം. അതേസമയം മറ്റു പലരുടെയും വിവരങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് ഒരു മലയാളി കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിനിടെ നിലവിൽ വലിയ രീതിയിലുള്ള ബോംബ് ഭീഷണികൾ പല വിമാനങ്ങൾക്കുമെതിരെ ഉണ്ടാകുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇന്ന് അത്തരത്തിലൊരു ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചതായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു എയർ ഇന്ത്യ പറന്നുകൊണ്ടിരിക്കുക, അത് തിരിച്ച് പറക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് വിവരം. അതായത് ബോംബ് ഭീഷണിയെ തുടർന്ന് എയർ ഇന്ത്യ വിമാനം AI-379 തായ്ലാൻഡിലെ ഫുക്കേതിൽ അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഡൽഹിയിലേക്കുള്ള 156 യാത്രക്കാരുമായിട്ട് യാത്ര ചെയ്തിരുന്ന വിമാനമാണ് ബോംബ് ഭീഷണിയെ തുടർന്ന് തായ്ലാൻഡിലെ ഫുക്കേതിലേക്ക് അടിയന്തരമായി ലാൻഡ് ചെയ്തത്. യാത്രക്കാരെ ഇറക്കിയ ശേഷം പരിശോധന നടത്തിയെങ്കിലും ഈ സന്ദേശത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള ബോംബെന്ന് തോന്നുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ ഉണ്ടായിരിക്കുന്നത് ഒരു വ്യാജ ബോംബ് ഭീഷണി ആയിരിക്കാം എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നുണ്ട്. എങ്കിൽ പോലും ഒരു വലിയ വിമാന അപകടമടക്കം ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ബോംബ് ഭീഷണി അത്ര നിസ്സാരമായി കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയത്ത് മറുവശത്ത് ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന് തൊട്ടു പിന്നാലെ തന്നെ നിരവധി വിമാനങ്ങൾ അവരുടെ യാത്രകൾ അവസാനിപ്പിച്ച് തിരിച്ചു പറക്കുന്ന സാഹചര്യത്തിലേക്ക് അടക്കം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഗൗരവമായിട്ടുള്ള വിഷയം. 10 വിമാനങ്ങളോളം എയർ ഇന്ത്യ അടക്കം തിരിച്ചു വിളിച്ചു എന്നാണ് വിവരം. 5 വിമാനങ്ങൾ ഇതിൽ തിരികെ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുംബൈ ലണ്ടൻ, മുംബൈ ന്യൂയോർക്ക് വിമാനങ്ങളും ഡൽഹി വാഷിംഗ്ടൺ, ഡൽഹി ടൊറന്റോ വിമാനങ്ങളുമാണ് തിരികെ മടങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആശങ്ക വിമാനയാത്രക്കാരെ സംബന്ധിച്ച് നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് നിരവധി കുടുംബങ്ങളുടെ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഓരോ റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. അതേസമയത്ത് ഈ മരണപ്പെട്ടവരെ കുറിച്ച് ഓരോ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പലരുടെയും മൃതദേഹങ്ങൾ നിലവിൽ ആരാണ് എന്നത് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ തുടരുകയാണ് എന്നും അറിയിക്കുന്നുണ്ട്. നമ്മുടെ മലയാളിയായിട്ടുള്ള രഞ്ജിതയെ സംബന്ധിച്ച് അവർ മരണപ്പെട്ടു എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. അവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അവരെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള നടപടികളൊക്കെ കൈക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സഹോദരനടക്കം അഹമ്മദാബാദിലേക്ക് പോയിക്കൊണ്ട് ഇരിക്കുകയാണ്. അവിടെ നടപടികൾ തുടരുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം.